യൂട്യൂബിൽ അങ്ങനെ ഷോർട്സ് വീഡിയോസ് ഇട്ട് വൈറലാക്കാമെന്നാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് എങ്ങനെ കറക്റ്റായ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേര് യൂട്യൂബ് ഷോർട്സ് ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടും വീഡിയോ വൈറലായിട്ടുണ്ടാവില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് ഷോർട്സിന് കൊടുക്കുന്ന ടൈറ്റിലാണെങ്കിൽ ശരി, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ടാഗ്സ് ഒക്കെ അങ്ങനെ കറക്റ്റായ രീതിയിൽ കൊടുക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിൽ നിങ്ങൾ മെയിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങൾ കൺസിസ്റ്റൻ്റായ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പോലും നമുക്ക് വീഡിയോസ് വ്യൂസ് കിട്ടുന്നുണ്ടാവില്ല. ഏകദേശം 100 വ്യൂസ് അല്ലെങ്കിൽ 1000 വ്യൂസ്, ഒരു 1000 വ്യൂസ് ആകുമ്പോഴേക്കും സ്റ്റക്ക് ആവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നോക്കാം, നമുക്ക് കറക്റ്റായിട്ട് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. യൂട്യൂബ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് വീഡിയോസ്, ഷോർട്സ് എന്നുണ്ടാവും. ഷോർട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഒന്നില്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലുള്ള ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്ത് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റായിട്ട് പ്ലേ ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഡൺ എന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോസസ്സിങ് കാണിക്കും. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് 2 രീതിയിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതായത് ആഡ് മ്യൂസിക് കൊടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ മ്യൂസിക്, ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ആഡ് മ്യൂസിക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാൻ പറ്റും. സൗണ്ട്സ് ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം താഴേക്കാണ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റെപ്പായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളിതിലിപ്പോൾ ക്യാപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ക്യാപ്ഷൻ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ടോപ്പിലായിട്ട് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു തംബ്നെയിൽ ആഡ് ചെയ്യുക. അതായത് കുറച്ചുകൂടി ക്യൂരിയസ്, ആളുകൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തംബ്നെയിൽ ആഡ് ചെയ്യുക. ക്യാപ്ഷൻ കൊടുക്കുക. നിങ്ങൾ എന്ത് വീഡിയോ എന്നുള്ള കറക്റ്റായിട്ട് തന്നെ കീവേഡ് യൂസ് ചെയ്തിട്ട് ക്യാപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഷ്ടാഗ്സ് കൊടുക്കുക. ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഹാഷ്ടാഗ്സ് കൊടുക്കുക. അതിനുശേഷം വിസിബിലിറ്റി എന്നുണ്ടാവും. വിസിബിലിറ്റി എന്നുള്ളത് പബ്ലിക് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺലിസ്റ്റ് ചെയ്ത ശേഷം YT സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാഗുകളൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ അൺലിസ്റ്റഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലൊക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നത്, ലൊക്കേഷൻ കേരള അല്ലെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഓഡിയൻസ് ഉള്ളത്. സെലക്ട് ഓഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ഓഡിയൻസ് ശേഷം നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം താഴേക്ക് റിലേറ്റഡ് വീഡിയോ എന്നുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ലോങ് വീഡിയോസിന് വേണമെങ്കിൽ റിലേറ്റഡ് വീഡിയോസ് കണക്ട് ചെയ്യാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ആൾട്ടേർഡ് കണ്ടന്റ് എന്നാണ്. ആൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ളത് ജസ്റ്റ് നോ എന്ന് കൊടുക്കുക. നിങ്ങളിതിൽ എന്തെങ്കിലും എക്സ്ട്രാ അങ്ങനെയുള്ള എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്ലേസ് അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ അത് നോ കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ഷോട്ട് എന്ന് കൊടുക്കുക. നിങ്ങൾ അൺലിസ്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ YT സ്റ്റുഡിയോ പോയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട. YT സ്റ്റുഡിയോ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് ലോഗിൻ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ്. ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് നിങ്ങൾ തംബ്നെയിൽ കറക്റ്റായിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള തംബ്നെയിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഹാഷ്ടാഗ്സും ക്യാപ്ഷനും ഒക്കെ ആഡ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് എന്ന് കൊടുത്താൽ മതി. വീഡിയോസ് അപ്ലോഡ് ആവും. അപ്പോൾ YT സ്റ്റുഡിയോ പോയില്ല നിങ്ങൾക്ക്. YT സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഓപ്ഷൻ കാണാൻ സാധിക്കുക അല്ലേ. ഏത് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കുക. അതിൽ ജസ്റ്റ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഈ മേലെ കാണുന്ന പെൻസിൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ക്യാപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ആഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആഡ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള വേർഡ്സ് ആഡ് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഓഡിയൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. സെലക്ട് ഓഡിയൻസ് കൊടുക്കുക. അതിനുശേഷം മോർ ഓപ്ഷൻസിൽ ടാഗ് എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാഗ്സ് കൊടുക്കാൻ സാധിക്കും. 8 to 10 ടാഗ്സ് കൊടുക്കുക. അതിനുശേഷം വിസിബിലിറ്റി എന്നുള്ളത് പബ്ലിക് ആക്കിയ ശേഷം നിങ്ങൾ പബ്ലിക് ആക്കിയ ശേഷം മാത്രം സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ആവും. അങ്ങനെ ടാഗ് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്യാപ്ഷൻ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സ് കറക്റ്റായ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.